എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അടുക്കള പണി തുടങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ അടുപ്പിട്ടു. തകർത്ത ജോലിയാണ്. ജോലിയൊക്കെ തീർത്തിട്ട് എനിക്ക് എവിടെ പോകണം? റബ്ബർ പാലെടുക്കാൻ പോകണം. അതുകൊണ്ട് ഇന്ന് പുട്ടും പയറും പപ്പടമൊക്കെയാണ്. നെത്തോലി മീനാണ്. അയല മീൻ ഫ്രൈ ആണ്. പിന്നെ ഇന്ന് പച്ചരി ഇടിച്ച് പൊടിച്ച് വറുത്ത പുട്ടാണ്. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ പുട്ടാണ്. മാവല്ല, കവർ മാവൊന്നുമല്ല. അങ്ങനെ നെത്തോലി മീനിനൊക്കെ അരച്ച് കലക്കി റെഡിയാക്കി അടുപ്പിൽ വെച്ചു. അതൊക്കെ അങ്ങനെ വീട്ടുവിശേഷങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതെ കാണണം എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. ഒരു സഹായിക്കണമുണ്ട് എങ്കിലും ബാക്കിയുള്ളവരും കൂടെ ഒന്ന് സഹായിക്കണം. അങ്ങനെ ഞാൻ പുട്ടിനും തോരനുമൊക്കെ വേണ്ടി തേങ്ങ തിരുവി തള്ളയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടുവിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടമുണ്ട് റബ്ബർ വിളയിലോട്ട്. പിന്നെ ഞാൻ വരണത് ഉച്ചയ്ക്ക് 12:30 ആവും. ഇപ്പം രാവിലെ 6-6:30 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഏകദേശം ജോലികളൊക്കെ ആയിക്കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നെത്തോലി കറിയൊക്കെ വെച്ച് ഉപ്പൊക്കെ നോക്കി. ഉപ്പൊക്കെ റെഡിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീനിന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വിരവി റെഡിയാക്കി വെച്ചു. വെള്ളരിക്ക പച്ചടി വെച്ചു. അതുപോലെ തന്നെ കുറച്ച് പയറെടുത്ത് രാവിലെ പുട്ടിന് വേണ്ടി അവിച്ച പയറാണ്. അതിൻ്റെ ബാക്കി പയറെടുത്ത് തോരനുണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ പുട്ട് തള്ളി മറിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ കുറേ കാലമായി ഇങ്ങനെ അരി നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച് പുട്ടവിച്ചിട്ട് ഞാൻ കുറേ മാസങ്ങളായി. അപ്പം കുറേ സംശയമായിരുന്നു എങ്ങനെ ശരിയാവുമോ എന്നുള്ളത്. പണ്ട് നമ്മൾ ആട്ടുകല്ലിൽ ഇടിക്കുമായിരുന്നു. ഇപ്പം ആട്ടുകല്ല് സംവിധാനമൊന്നും ഇവിടെ ഇല്ല. എൻ്റെ അമ്മേരെ വീട്ടിൽ ആട്ടുകല്ലൊക്കെ ഉണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും ഗുണമൊക്കെയാണ്. എന്നാലും ഇതും കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മില്ലിലൊന്നും കൊടുക്കാതെ സ്വന്തമായി പൊടിച്ചതുകൊണ്ട് അതിൻ്റേതായ ഒരു രുചി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് പുട്ടും പയറും പപ്പടവും ഒക്കെ കഴിച്ചു കൊണ്ടാണ് ഇന്നത്തെ കലാപരിപാടികൾ. കുറച്ച് ലെങ്ത് കൂടിപ്പോയി. എല്ലാവരും ക്ഷമിക്കുക മാത്രമല്ല കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ മീൻ ഫ്രൈ ആയി. വീട്ടുജോലികളൊക്കെ ഏകദേശം തീരാറായി. മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് കുറച്ചൊരു 5-6 വറ്റൽ മുളകെടുത്ത് ക്രഷ് ചെയ്ത് കൂടെ തട്ടിക്കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് നേരത്തെ നമ്മൾ മീൻ പൊരിച്ച ആ ചട്ടിയിൽ തന്നെയാണ്, ചീനച്ചട്ടിയിൽ തന്നെ അതിൻ്റെ ബാക്കി എണ്ണയിൽ കൂടെ അങ്ങിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് മീനിനെയും കൂടി പറക്കി അതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ താങ്ക് യു, ടേസ്റ്റി മീനായി.